നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും പറന്നുയർന്ന വിമാനം തകർന്നു വീണു. അഫ്ഗാനിസ്ഥാനിൽ എത്തിയപ്പോഴാണ് യാത്രാ വിമാനം തകർന്നു വീണത്. 6 പേരെ കാണാതായി. മോസ്കോയിലേക്കുള്ള വിമാനമാണ് ടോപ്കാന കുന്നുകൾക്ക് മുകളിൽ വീണതെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടമുണ്ടാക്കിയത് അട്ടിമറിയല്ലെന്ന സൂചനയാണ് കിട്ടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വിശദ അന്വേഷണം നടത്തും. ആരെങ്കിലും ഇന്ത്യൻ വിമാനമാണെന്ന് കരുതി നടത്തിയ ആക്രമണമാണോ എന്ന സംശയവും നിലവിലുണ്ട്. എന്നാൽ അഫ്ഗാനോ ഇന്ത്യയോ റഷ്യയോ ഇത്തരത്തിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ ബദഖ്ഷാൻ പ്രവിശ്യയിലാണ് യാത്രാ വിമാനം തകർന്നു വീണത്. ഇത് ഇന്ത്യൻ യാത്രാ വിമാനമാണെന്ന ഒരു പ്രാദേശിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നിരസിച്ചു. തകർന്ന യാത്രാ വിമാനം ഇന്ത്യയിൽ നിന്നുള്ളതല്ലെന്നും മൊറോക്കോയിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണിതെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ച നിർഭാഗ്യകരമായ വിമാന അപകടത്തിൽപ്പെട്ടത് ഒരു ഇന്ത്യൻ ഷെഡ്യൂൾഡ് എയർക്രാഫ്റ്റോ നോൺ ഷെഡ്യൂൾഡ് ചാർട്ടർ വിമാനമോ അല്ല. മൊറോക്കൻ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണിത്. കൂടുതൽ വിശദാംശങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എക്സിലൂടെ അറിയിച്ചത്. ഇന്ത്യൻ വിമാനമാണ് തകർന്നു വീണതെന്ന് ആദ്യഘട്ടത്തിൽ അഭ്യൂഹം ഉയർന്നിരുന്നു. എങ്കിലും ഇന്ത്യൻ വിമാനമല്ലെന്ന് വ്യോമയാന മന്ത്രാലയം പിന്നീട് സ്ഥിരീകരിച്ചു. റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത ഫ്രഞ്ച് നിർമ്മിത എയർ ആംബുലൻസ് വിമാനമാണ് തകർന്നതെന്നും തായ്ലൻഡിൽ നിന്നും പുറപ്പെട്ട വിമാനം ബിഹാറിലെ ഗയാ വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയിരുന്നെന്നും വിമാനത്തിൽ ഇന്ത്യക്കാരില്ലെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 6 പേരെയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. അതിനിടെ വിമാനത്തിലെ പൈലറ്റ് സാങ്കേതിക തകരാറുണ്ടെന്ന് കൺട്രോൾ റൂമിനെ അറിയിച്ചിരുന്നു. താജിക്കിസ്ഥാനിൽ അടിയന്തര ലാൻഡിങ്ങിന് തീരുമാനിച്ചു. ഇതിനിടെ റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി. അഫ്ഗാൻ അതിർത്തിക്കുള്ളിലാണ് വിമാനത്തെ അവസാനം കണ്ടിരുന്നത്. പിന്നാലെയാണ് തകർന്നു വീണുവെന്ന വിവരം അഫ്ഗാൻ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലും വിശദ അന്വേഷണം നടത്താനാണ് റഷ്യയുടെ തീരുമാനം. ഉസ്ബെക്കിസ്ഥാൻ വഴി മോസ്കോയിലേക്ക് പോവുകയായിരുന്നു വിമാനം. അഫ്ഗാനിസ്ഥാന് മുകളിൽ വെച്ച് റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനം ശനിയാഴ്ച കാണാതായെന്ന് റഷ്യൻ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു. അപകടം നടന്ന മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. അപകടത്തിൽ റഷ്യയും അന്വേഷണം തുടങ്ങി. ആദ്യം തകർന്നത് ഇന്ത്യൻ വിമാനമാണെന്നായിരുന്നു അഫ്ഗാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ വിമാനമാണെന്ന് കരുതി ആരെങ്കിലും ആക്രമിച്ചതാകാം വിമാനത്തെ എന്ന ആശങ്ക ഉയരാൻ കാരണം ആദ്യഘട്ടത്തിലെ ഈ റിപ്പോർട്ടുകളായിരുന്നു. ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഈ മേഖലയിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ സഞ്ചരിക്കാറില്ലെന്ന് DGCA വിശദീകരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ വിമാനം മറ്റൊരു രാജ്യത്തിൻ്റെതാണെന്നും വിശദീകരണം വന്നു. ഇതോടെയാണ് ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ ആശങ്ക വഴിമാറിയത്.